ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശാന്തമായ മനസ്സിന് എന്ത് വെല്ലുവിളിയും നേരിടാൻ പറ്റും, അല്ലെങ്കിൽ ശാന്തമായ മനസ്സിന് മാത്രമാണ് എന്ത് വെല്ലുവിളിയിലും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ശാന്തമായുള്ള മനസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ചിന്തകളില്ലാത്ത മനസ്സെന്നോ അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾ വരാത്തൊരു മനസ്സെന്നോ അല്ല. നമ്മൾ എംപ്റ്റി ആയിട്ടുള്ള ഒരു മനസ്സിനെയല്ല ശാന്തമായിട്ടുള്ള ഒരു മനസ്സെന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം എങ്ങനെയാണോ നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നത്, പക്ഷെ അത് നമ്മളെ എഫക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു മനസ്സിനാണ് ശാന്തമായ മനസ്സെന്ന് പറയുക. ഇങ്ങനെ ഒരു മനസ്സിനെ അറ്റൈൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. അതായത് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ചിന്തയെ ശ്രദ്ധിക്കുക, അങ്ങനെ നിങ്ങളുടെ ബോഡിയെ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുളിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാം. അതായത് വെള്ളം നിങ്ങളുടെ ബോഡിയിൽ വീഴുന്ന അത് ആസ്വദിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ മുഴുകിയിട്ട് അങ്ങനെ അതിൽ മാത്രം ചിന്തയെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിർത്തി ചെയ്യുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുക. അതൊക്കെ നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, അത് ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തും. പിന്നെ നിങ്ങൾക്ക് എല്ലാ വർക്കിലും അത് കൊണ്ടുവരാൻ സാധിക്കും. സോ നിങ്ങൾ നല്ല ശാന്തമായ ഒരു മനസ്സോട് കൂടിയിട്ട് എല്ലാ തീരുമാനവും എടുക്കുക.